ആസ്വാദകരുടെ മനം നിറയ്ക്കാൻ ടുലിപ്സ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ബ്യൂട്ടി സലൂൺ. ജെന്റ്സ് ഹെയർ കട്ട്, ഹെയർ വാഷ്, ഹെയർ സെറ്റിംഗ് എന്നിവ 150 രൂപയ്ക്കും ഹെയർ ഡൈ 150 രൂപയ്ക്കും ത്രെഡിംഗ് 20 രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു. ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം. ടുലിപ്സ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ബ്യൂട്ടി സലൂൺ, PR പ്ലാസ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം, തോന്നൂർക്കര. ഫോൺ 04884 252124. അപകടത്തിൽ നിന്നും രക്ഷിച്ച ചെറുതുരുത്തി പോലീസിന് നന്ദി പറയാനായി നവദമ്പതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തി. കഴിഞ്ഞ ദിവസം വരവൂരിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ സീറ്റ് ബെൽറ്റ് കുരുങ്ങിക്കിടന്നിരുന്ന യുവതിയെ ചെറുതുരുത്തി പോലീസ് രക്ഷപ്പെടുത്തിയിരുന്നു. വാഹനാപകടത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന യുവതിയെ രക്ഷപ്പെടുത്തിയ പോലീസിന് നന്ദി പറയാൻ മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ നിന്നാണ് നവദമ്പതികൾ എത്തിയത്. എറണാകുളം വൈപ്പിനിൽ നിന്ന് ജോലി കഴിഞ്ഞു വരികയായിരുന്ന പുലാമന്തോൾ സ്വദേശികളായ 32 വയസ്സുള്ള ഇസഹാഖ്, 25 വയസ്സുള്ള അസ്മ എന്നിവർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാൻ ഡിസംബർ 9 രാത്രി 2 മണിയോടെ ബോട്ടാണിക്കുന്ന് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി നൈറ്റ് പെട്രോളിംഗിന് ഇറങ്ങിയ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ നൈറ്റ് ഓഫീസറായ SI ജയശ്രീയുടെ നേതൃത്വത്തിൽ പോലീസ് ഓഫീസർ RP സുഗു, ഹോംഗാർഡ് CK ശശികുമാർ എന്നിവരടങ്ങിയ സംഘമാണ് സീറ്റ് ബെൽറ്റിൽ കുരുങ്ങിക്കിടന്നിരുന്ന അസ്മയെ രക്ഷപ്പെടുത്തി തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. വരവൂര് വേട്ടാണി കയറ്റം, തലശ്ശേരിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ വേട്ടാണി കയറ്റത്ത് എത്തിയപ്പോൾ ഒരു ട്രാൻസ്ഫോമർ, ആ കയറ്റത്തിന് ഒരു ട്രാൻസ്ഫോമർ റൈറ്റ് സൈഡിൽ, ട്രാൻസ്ഫോമറിൻ്റെ അടുത്തായിട്ടൊരു പിക്കപ്പ് വാൻ, സീറ്റിൻ്റെ പിക്കപ്പ് വാൻ മറിഞ്ഞെടുക്കണം. വണ്ടി പറഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി പറഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഞങ്ങൾ കരുതിയുള്ളൂ. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഒരാൾ പുറത്ത് നിന്നിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഒരു കുട്ടി, ഒരു സ്ത്രീ അതിൻ്റെ ഉള്ളിലുണ്ട്. അയാളുടെ ഭാര്യയാണ് ഒരു അസ്മ. അവർ ഉള്ളിൽ പെട്ടു. അവർക്ക് പുറത്തേക്ക് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇരുന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എങ്ങനെയൊക്കെയോ സീറ്റ് ബെൽറ്റൊക്കെ ഊരി ആ കുട്ടി പുറത്ത്, തല മാത്രമേ ഞങ്ങൾക്ക് വെളിയിൽ കാണാണ്ടായിരുന്നുള്ളൂ, ശരീരം മൊത്തം വണ്ടിയുടെ ഉള്ളിലായിരുന്നു. അത് ഞങ്ങൾ വിചാരിച്ച് ഇവർ ഭാര്യ ഭർത്താവാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച കുട്ടികൾ എന്തെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടാവുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവർ പറഞ്ഞു ആരുമില്ല, ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടീനെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ചാടി ഇറങ്ങി. ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അവൻ ആകെ ടെൻഷനിലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ആ കുട്ടീനെ പുറത്തെടുത്ത് അപ്പോൾ തന്നെ നോക്കുമ്പോൾ കൈക്ക് മാത്രമേ പരിക്കുള്ളൂ, കൈ ഒടിഞ്ഞുണ്ടാവും എന്നാണ് കരുതിയത്. ചോര വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഒടിവ് നല്ല വേദന ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. അങ്ങനെ തന്നെ ജീപ്പിൽ കയറ്റിയിട്ട് വണ്ടി റോഡ് സൈഡിൽ കിടക്കുമായിരുന്നു. വണ്ടി റോഡ് സൈഡിൽ കിടക്കുമ്പോൾ വണ്ടിയിൽ മാറ്റേണ്ടത് പിന്നത്തെ ഒരു ആവശ്യമായി. കാരണം അതൊരു ടേണിംഗ് ആണ്. വണ്ടി മാറ്റിയില്ലെങ്കിൽ അപകടങ്ങൾ പിന്നെയും വരുന്ന ഒരു ടേണിംഗ് ആണത്. എന്തായാലും വണ്ടി മേടിച്ച് കൂടുതൽ അപകടം പറ്റും. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തത് അതിലെ പോണ വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി എല്ലാവരും ചാടി ഇറങ്ങി വന്നു. ഞങ്ങളെ പോലീസ് ജീപ്പ് കണ്ടതുകൊണ്ടും പിന്നെ വണ്ടി പറഞ്ഞെടുക്കുന്നത് കണ്ടതുകൊണ്ടായിരിക്കാം എല്ലാവരും ചാടി ഇറങ്ങി. ഒരുപാട് പിന്നെ കൊച്ചിക്ക് പോണ ആൾക്കാർ, മലപ്പുറത്ത് നിന്ന് ആ വഴി എളുപ്പമുള്ള വഴിയാണ്, അതിലെ പോണ ആൾക്കാരായിരുന്നു, അധികം ദൂരേക്കുള്ളവരായിരുന്നു. എല്ലാവരും ചാടി ഇറങ്ങി ഞങ്ങൾക്കൊപ്പം നിന്നു. ആ വണ്ടീനെ ഞങ്ങൾ പോലീസ് ജീപ്പിൽ കയറിട്ട് കെട്ടി ആ വണ്ടീനെ പതുക്കെ വലിച്ച് എല്ലാവരും സഹായത്തോട് കൂടിയിട്ട് പൊക്കി നേരെയാക്കി. പിന്നെ ഞങ്ങൾ സൈഡിലേക്ക് മാറ്റി വണ്ടി നിർത്തിയിട്ട് ഉടനെ ആ കുട്ടീനെ മെഡിക്കൽ കോളേജിൽ ആക്കി. കൈക്ക് നല്ല പരിക്കുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് കണ്ടപ്പോൾ ആ കുട്ടിക്ക് കൈ മുറിവിൻ്റെ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൈക്ക് ഒടിവോ ചതവൊന്നും ഉണ്ടായില്ല എന്ന് പിന്നീട് അറിയാൻ പറ്റും. മരണം മുന്നിൽ കണ്ട തന്നെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയത് പോലീസാണെന്ന് അസ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവന്റിന്റെ വർക്ക് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പുലാമന്തോട്, മലപ്പുറം ജില്ലയിൽ അവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഒരു 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു. വരവൂർ വെച്ചിട്ട് തൃശ്ശൂർ വരവൂർ വെച്ചിട്ട് ഒരു 1:30-2 മണിക്കാണ് ഞങ്ങൾ വണ്ടി ഉറക്കത്തിൽ വിട്ടിട്ട് വണ്ടി പറയുണ്ടായി. അതുവഴി വന്നിട്ട് ഒരുപാട് വണ്ടികൾ, 1-2 വണ്ടികളൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സീറ്റ് ബെൽറ്റ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡാണ്, അവർ അതിൻ്റെ പുറത്തിറങ്ങി, ഞാൻ അതിൻ്റെ ഉള്ളിൽ ആയിരുന്നു. പിന്നെ അതുവഴി വന്ന് ചെറുതുരുത്തി പോലീസ് വണ്ടിയാണ് ഞങ്ങളെ, മേഡം സാറുമാർ ഞങ്ങളെ രക്ഷിച്ചത്. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കിയിട്ട് അവരാണ് ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. ആ സമയം 2 മണി ആയതുകൊണ്ട് തന്നെ ആരും ഒന്ന് വണ്ടി നിർത്താനോ ഒന്നിനും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരായിരുന്നു ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ മേഡം സാറുമാരും ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ മറിഞ്ഞ വണ്ടി അവർ നേരാക്കിയിടുകയും അവരാണ് ചെയ്തത്. പിന്നെ അവർ അവിടെ ഉള്ളതുകൊണ്ട് അതുവഴി വന്ന വണ്ടികളൊക്കെ നിർത്തി സഹായിച്ച് നിയറസ്റ്റുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
ജീവൻ രക്ഷപ്പെടുത്തിയ പോലീസിനോട് നന്ദി രേഖപ്പെടുത്താനാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അസ്മയും ഇസഹാക്കും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.